നമുക്കൊപ്പം ഇപ്പോൾ CPM നേതാവ് കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ ഗവർണറെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതായത് കോടതി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: സ്ഥിരം VC നിയമനത്തിൽ ഇനിയൊരു കാലതാമസം ഉണ്ടാകാൻ പാടില്ല. വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങളെ ഈ സ്ഥിര VC നിയമനത്തിലെ കാലതാമസം വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാണ് എന്നുള്ളതാണ് കോടതി പറയുന്ന കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പെർമനന്റ് VC, ഒരു സ്ഥിര നമ്മുടെ സർവകലാശാലകളിൽ ഒരു സ്ഥിരം വൈസ് ചാൻസലർ അനിവാര്യമാണ്. അതിലൊരു സംശയവുമില്ല, ആർക്കും അതിലൊരു സംശയവുമില്ല. പിന്നെ എവിടെയാണ് ഈ വീഴ്ച പറ്റുന്നത്? ചരിത്രത്തിൽ ആദ്യമായി ഒരു സെർച്ച് കമ്മിറ്റി ആരാണ് രൂപീകരിക്കേണ്ടതെന്ന് തർക്കമൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് തർക്കം വരുന്നതെന്ന് കോൺഗ്രസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ? യഥാർത്ഥത്തിൽ കർണാടകത്തിൽ സിദ്ധരാമയ്യക്ക് മനസ്സിലായിട്ടുണ്ട്, തമിഴ്നാട്ടിൽ സ്റ്റാലിന് മനസ്സിലായിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അവർക്ക് മനസ്സിലായി. കേരളത്തിലെ കോൺഗ്രസിന് മാത്രം മനസ്സിലാവില്ല. 2018 UGC പുതിയ ചട്ടഭേദഗതി കൊണ്ടുവന്നത്. ആ ചട്ടഭേദഗതിയിൽ UGCയുടെ നോമിനിയെ ഇല്ലാത്ത സെർച്ച് കമ്മിറ്റികൾ നിലനിൽക്കുന്നതല്ല എന്ന നില സ്വീകരിച്ചു. UGCയുടെ നോമിനി വരട്ടെ, ഞങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ രണ്ടാമത് എന്താ സംഭവിക്കുക? ചാൻസലർ പദവി ഗവർണർക്കാണ്. ആ ഗവർണർ തന്റെ നോമിനിയെ തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കണം? RSSന്റെ ഓഫീസിൽ നിന്നാണ്. അത് കേരള സർക്കാരിന് സ്വീകാര്യമല്ല. RSSന്റെ ഓഫീസിൽ നോമിനിയെ തീരുമാനിക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഗവർണർ പ്രവർത്തിക്കേണ്ടത്, ചാൻസലർ ആയിരിക്കും കൂടി പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരിലൂടെയാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിനോട് എനിക്ക് കേരള സർവകലാശാലയിൽ ഒരു സ്ഥിരം നിയമനത്തിന് വേണ്ടിയുള്ള VCയുടെ പാനലിലേക്ക്, ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരാളുടെ പേര് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെടണം. സർക്കാരിനോട് ആവശ്യപ്പെട്ട് സർക്കാർ ഇടുന്ന ലിസ്റ്റ് വെച്ചിട്ടല്ലേ അതിന്റെ സെർച്ച് കമ്മിറ്റിയിലേക്ക് കൊടുക്കേണ്ടത്? അതിനു പകരം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള IITകളിലെ RSSകാരെ തിരികെ കയറ്റാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചു. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? കേരളത്തിലെ സിൻഡിക്കേറ്റ് എന്ത് ചെയ്തു? ഞങ്ങളുടെ നോമിനിയെ കൊടുക്കുന്നില്ല. അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാനുള്ള അധികാരം ചാൻസലർക്ക് ഏകപക്ഷീയമായിട്ടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഒരു കേസ് കിടപ്പുണ്ട്. എന്താണ് കേസ്? 2018 UGC നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ നമ്മുടെ സർവകലാശാലകളെ കൈപ്പിടി ഒതുക്കാനുള്ള തന്ത്രമാണ്. ആ തന്ത്രം വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നു. അതിനെതിരായിട്ട് സുപ്രീം കോടതി കേസ് കിടക്കുകയാണ്. ആ കേസ് സുപ്രീം കോടതി തീരുമാനിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ താൽക്കാലിക VC നിയമനത്തിന് സർക്കാരിന്റെ കാലിൽ നാളെ വെക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. താൽക്കാലിക VC വരട്ടെ. സുപ്രീം കോടതി തീരുമാനിക്കുമ്പോൾ സുപ്രീം കോടതി തീരുമാനത്തിലേക്ക് ബാക്കി നിയമവാഴ്ച മുന്നോട്ട് പോകട്ടെ. കോൺഗ്രസ് അതിന് തയ്യാറല്ല. BJPക്ക് കൂട്ടുനിൽക്കുന്ന, ഗവർണർക്ക് കൂട്ടുനിൽക്കുന്ന വാദമാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത്. ശരി, വളരെ അനിൽകുമാർ സംസാരിച്ചതിന്